മറവി മർത്യർക്കെല്ലാം മാനസദുഃഖം തീർക്കാൻ പ്രകൃതി നൽകിയിടുന്ന മാന്ത്രിക മരുന്നല്ലോ. എങ്കിലോ മറക്കില്ല മാരക ദുഃഖങ്ങൾ തൻ സങ്കടങ്ങളെ തീർക്കും മാനുഷബന്ധങ്ങളെ. ആർത്തരം ജനതയ്ക്കൊരാശ്വാസമധുവേകാൻ ഭാരതമണ്ണിൽ പൂത്ത പുത്തനം പ്രസൂനമേ. ഇല്ല, ഈ ഞങ്ങൾ മറക്കില്ല ഈ വൈദ്യാമൃത കല്ലോലജാലം തീർത്ത പത്മതീർത്ഥത്തെ തെല്ലും. ഗംഗാധരൻ വൈദ്യർ എന്ന വ്യക്തി ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു ബാലചികിത്സകനാണ്. മുൻ നൂറ്റാണ്ടുകളിൽ നമുക്കൊരു പക്ഷേ കൈക്കുളങ്ങര രാമവാര്യരെ പോലെ പല പ്രഗത്ഭരും മധ്യ കേരളത്തിലുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഗംഗാധരൻ വൈദ്യർ അങ്ങനെയല്ല. അത് ചികിത്സ കുട്ടികളിലൂടെ അത് ഫലവത്തായി ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതും ഒട്ടേറെ കുട്ടികളെ ഹൃദയത്തോടു കൂടി ചേർത്ത് നിർത്തുക എന്നുള്ളതും ഗംഗാധരൻ വൈദ്യരുടെ ഒരു പ്രത്യേകതയും. 15 വയസ്സിൽ ഗുരുനാഥൻ്റെ കഠിനമായിട്ടുള്ള ശിക്ഷ കെട്ടി നാട് വിട്ട് ഓടാൻ തീരുമാനിച്ച വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ആരോ തിരിച്ചു വിളിച്ചു അദ്ദേഹത്തിനെ, വീണ്ടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ചാത്തരൻ നായർ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ശിഷ്യനെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, നീ ഇല്ലാത്തതുകൊണ്ട്. നാളികേരത്തിൻ്റെ അകത്ത്, തേങ്ങയുടെ അകത്ത് വളരെ മൃദുവായ ഭാഗമുണ്ട്, പുറത്ത് വളരെ കട്ടിയായിട്ടുള്ള തോടുമാണ്. അതുപോലെയാണ് തൻ്റെ ഗുരുനാഥൻ. അകത്ത് നിറഞ്ഞ സ്നേഹവും മാർദ്ദവുമുള്ള മനസ്സും പുറത്ത് ബാഹ്യമായി കഠിനമായ ശിക്ഷാശാലിയായ ഒരു ഗുരുനാഥനാണ് തനിക്കുണ്ടായിരുന്നത് എന്ന് പലപ്പോഴും കണ്ണു നിറഞ്ഞുകൊണ്ട് ഗംഗാധരൻ വൈദ്യർ പലപ്പോഴും പറയാറുണ്ട്. അഷ്ടാംഗത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്ഥാപക ചെയർമാൻ എന്ന രീതിയിൽ ഇവിടുത്തെ ഓരോ മാറ്റങ്ങൾക്കും അദ്ദേഹം ഇവിടെ അതിൻ്റെ ഭാഗമായിരുന്നു. ചികിത്സകൻ എന്ന രീതിയിൽ എനിക്ക് ഒരുപാട് വർഷത്തെ അദ്ദേഹവുമായിട്ട് പലതവണയും ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏകദേശം 98-99 കാലഘട്ടത്തിൽ കേരളീയ ആയുർവേദ സമാജത്തിൽ പാനൽ നടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പാനലിൻ്റെ ഒരു പ്രത്യേകത, ആധുനിക വൈദ്യശാസ്ത്രം ഡോക്ടർമാരുണ്ട്, ആയുർവേദക്കാരുണ്ട്, പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. രണ്ടും പഠിച്ച ഡോക്ടർ കെ രാജഗോപാൽ സാറിനെ പോലുള്ളവർ, ഗൈനക്കോളജിയിൽ പ്രസിദ്ധനായിട്ടുള്ള അനന്തമോഹൻ സാറ്, അല്ലെങ്കിൽ ശ്രീനിവാസൻ ഡോക്ടർ, ഇങ്ങനെ ഒരു വലിയ മോഡേൺ ഡോക്ടർമാരെ നിര. ഇപ്പുറത്ത് പഴയ വൈദ്യന്മാരായിട്ടുള്ള പ്ലാമന്തോൾ ശങ്കരമൂസ്, പ്ലാമന്തോൾ വൈദ്യമഠം, ആറാൻ തമ്പുരാൻ എന്നൊക്കെ വിളിക്കുന്ന പുള്ളി നീലാണ്ടൻ നമ്പൂരിപ്പാട്, ശ്രീധരൻ നായർ സാറ് മുതൽ അന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ദേവൻ നമ്പൂതിരി, സുധീർ മുക്കടേക്കാട് പോലുള്ള ഒരു തലമുറ, അങ്ങനെ ഒരു 10-20 ഡോക്ടർമാർ. അതിൻ്റെ കൂട്ടത്തിൽ പ്രഗത്ഭരായിട്ടുള്ള മുതിർന്ന ആൾക്കാരായിട്ടുള്ള ഗംഗാധരൻ വൈദ്യർ, അതുപോലെ ആവണപ്പറമ്പ് മഹേശ്വരൻ നമ്പൂതിരിപ്പാട്, ഇങ്ങനെ പലരും. അവിടെയൊക്കെ ഒരു കുട്ടി എന്തെങ്കിലും ഒരു അസുഖമായിട്ട് വന്നാൽ, പാനലിൻ്റെ ഭാഗമായിട്ട് വന്നാൽ, ഉടനെ തന്നെ ഇവരെല്ലാവരും തന്നെ ഗംഗാധരൻ വൈദ്യരോട് ചോദിക്കും, എന്താ വൈദ്യരുടെ അഭിപ്രായം എന്താ? ഇവരിൽ പലരും തന്നെ അദ്ദേഹത്തിനേക്കാൾ പ്രായം കൊണ്ട് എത്രയോ, അദ്ദേഹത്തിന് അന്ന് 60 വയസ്സുണ്ടെങ്കിൽ അവർക്കൊക്കെ 70-80 വയസ്സുള്ളവരാണ്. അനുഭവം, ചികിത്സാനുഭവമൊക്കെ ഒരുപക്ഷെ കൂടുമായിരിക്കാം, പണ്ഡിതരും കൂടിയാണ്. എങ്കിൽ പോലും വളരെ പരസ്പര ബഹുമാനത്തോടു കൂടി അദ്ദേഹത്തിനോട് ചോദിക്കും, എന്താ വൈദ്യരുടെ അഭിപ്രായം, എന്താണ് ഇതിന് കൊടുക്കേണ്ടത്? അദ്ദേഹം ഉണ്ടാക്കുന്ന പ്രിസ്ക്രിപ്ഷനായിരിക്കും ഫൈനൽ പ്രിസ്ക്രിപ്ഷൻ ആ പാനൽ. ഇന്നത്തെ കാലത്തൊക്കെ വൈദ്യസമൂഹവും നിസ്സംശയകരണം എന്ന് അഷ്ടാംഗ സംഘത്തിൽ അഗ്രിയം പറയും. അഗ്രേറ്റ്, അതായത് വൈദ്യസമൂഹമാണ് സംശയമില്ലാതെയാക്കുന്നത്. ഇന്ന് വൈദ്യസമൂഹം പലപ്പോഴും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുകയും വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാക്കുകയും ഈഗോൻ്റെ സ്ഥലമായിട്ട് മാറുന്ന പുതിയ കാലഘട്ടത്തിൽ അത്രയും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അതുല്യ പ്രതിഭയെ നമുക്ക് കാണാവുന്നതാണ്. അന്ന് അവിടെ വന്ന ഒരു കുട്ടി, കൃഷ്ണൻ നാരായണൻ എന്നാണ് കുട്ടിയുടെ പേര്. ആ കുട്ടി അന്ന് ഓട്ടിസത്തിൻ്റെ ഇതായിരുന്നു.
ആ കുട്ടി പിന്നീട് അവിടെ നടന്നിട്ടുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട് ആ കുട്ടി വളരെയധികം മെച്ചപ്പെടുകയും ഒരുപാട് പുസ്തകങ്ങൾ ആ കുട്ടി എഴുതിയിട്ടുണ്ട്, കൃഷ്ണൻ നാരായണൻ്റെ പുസ്തകങ്ങൾ. അന്നൊന്നും ഇന്നിപ്പോൾ ഓട്ടിസമൊക്കെ ധാരാളം ആൾക്കാർ സമൂഹത്തിലൊക്കെ ധാരാളം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ 98-99 എന്താണ് ഈ രോഗമെന്നോ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടതെന്നോ അതിൻ്റെ ഒരു മാർഗ്ഗരേഖ പോലും ഇല്ലാത്ത സമയത്താണ് ഗംഗാധരൻ വൈദ്യരെ പോലുള്ളവർ അതിനെ ഏറ്റെടുത്ത് അത് ചെയ്തതായിട്ട് ഞാൻ നേരിട്ട് ഇത്തരം സന്ദർഭത്തിൽ അതിന് ഭാഗമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക്. മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ചികിത്സയിലൊരു സംശയം വരുമ്പോൾ, പ്രത്യേകിച്ച് ബാലചികിത്സയിൽ ഒരു സംശയം വരുമ്പോൾ, ഒരു സംശയമില്ല അതെന്താണ് ചെയ്യേണ്ടതെന്ന് എന്ന് അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു തരുമായിരുന്നു. രഹസ്യങ്ങളൊന്നുമില്ല. നമ്മൾ പലപ്പോഴും ഗ്രന്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന പല യോഗങ്ങളും അദ്ദേഹത്തിൻ്റെ മാറ്റങ്ങൾ ഭയങ്കര വ്യത്യാസമായിരിക്കും. ചില പ്രത്യേകിച്ച് ഒറ്റ മരുന്നുകൾ ഉപയോഗിക്കുന്ന പല പ്രത്യേകതകൾ, പല യോഗങ്ങൾ. ആരോഗ്യരക്ഷാ കൽപ്പദ്രുമം എന്ന കൈക്കുളങ്ങര രാമവാരുടെ പുസ്തകത്തിൽ നിന്നുള്ള ഒരുപാട് പ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ തൻ്റെ സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാരായിട്ടുള്ള, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ പടിഞ്ഞാറേ കുന്നത്ത് മന ഒരു പാരമ്പര്യ വൈദ്യ കുടുംബ ബാലചികിത്സ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു ശിഷ്യനുണ്ടായിരുന്നു, ഒരു കൈമൾ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനെ പറ്റിയിട്ട്, ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള വിഷയത്തിനെ പറ്റിയിട്ടൊക്കെ നല്ല രസകരമായിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അതായത് ബാലചികിത്സ എന്ന വിഷയത്തെ അഷ്ടാംഗഹൃദയത്തിലെ ഏതാനും കുറച്ച് അധ്യായത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ വളരെ കുറച്ചുള്ള ആ ശാസ്ത്രത്തിനെ അത് വലിയൊരു ക്യാൻവാസിലേക്ക് കൊണ്ടുവരികയും അതേസമയം നിരന്തരമായിട്ട് അത് ചികിത്സയിൽ ചെയ്ത് ഫലിപ്പിച്ച് കാണിച്ചു തരികയും ചെയ്യുന്ന ആളാണ്. ചെയ്ത് ഫലിപ്പിച്ച് കാണിക്കണം. പൊള്ളുന്ന ഉണ്ണികൾ എന്ന് പറഞ്ഞ കുട്ടികളുടെയൊക്കെ നമുക്കൊക്കെ കേട്ട് പരിചയമുള്ളതാണ്. സ്വെറ്റ് ഗ്ലാൻസ് ഇല്ലാത്ത കുട്ടികൾ വരികയും അവരെ വർഷങ്ങളോളം ഒരു പൈസ പോലും മേടിക്കാതെ അവർക്ക് ഫ്രീ ആയിട്ട് ചികിത്സ ചെയ്തിട്ടുണ്ട്. ചില ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള കുട്ടികളെ വന്നിട്ട് അവർക്ക് ചില പ്രത്യേക രീതിയിലുള്ള ചികിത്സകൾ അദ്ദേഹം അനുവദിച്ചിരുന്നു. ഇങ്ങനെ നമ്മൾ മുഖ്യധാരയിൽ ഒരു കുട്ടിക്ക് ഇത് തീരെ മാറില്ല, അല്ലെങ്കിൽ ഇനി ഇതൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ ഇതൊരു ജനറ്റിക് ഡിസോർഡറാണ്, അല്ലെങ്കിൽ ഗർഭകാലത്ത് തന്നെയുള്ള പ്രശ്നമാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മളെ വൈദ്യശാസ്ത്രം വിശ്വസിപ്പിക്കുന്ന സ്ഥലത്ത് ഇവിടെ എന്തൊക്കെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം തരാൻ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് കഴിയുമായിരുന്നു. ഇന്നത്തെ പലപ്പോഴും നമ്മൾ പല ജനറ്റിക്കൽ സ്റ്റഡി നടത്തും, അല്ലെങ്കിൽ പ്രീ കൺസെപ്ഷൻ സ്റ്റഡി നടത്തിയിട്ട് പറയും അയ്യോ ഇത് ഇന്നതാണ്, നമുക്കിതിലൊന്നും ഹെൽപ്ലെസ് ആണ്. പക്ഷേ ബാലചികിത്സയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്, അത് ഗ്രന്ഥത്തിൽ ഇന്ന ഭാഗത്തുണ്ട് എന്ന് നമുക്ക് നന്നായിട്ട് പറഞ്ഞുതരാൻ അതിന് അസാമാന്യമായിട്ടുള്ള ഒരു പ്രതിഭാശാലി തന്നെയായിരുന്നു അദ്ദേഹം. മാത്രമല്ല, അഷ്ടാംഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇതിൻ്റെ ചെയർമാനാണെന്ന് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ മുമ്പ് വരെയും കൂടിയും ഇവിടുത്തെ ബാലചികിത്സയുടെ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റിംഗ് ഞാൻ കുട്ടികളെ അവിടെ കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് മുമ്പിലിരുന്ന് അദ്ദേഹത്തിൻ്റെ ചികിത്സക്കെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹം ഉപയോഗിക്കുന്ന യോഗങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ. പലപ്പോഴും പുതിയ കാലഘട്ടത്തിൽ പല വൈദ്യന്മാർക്കും ഇന്നത്തെ കുട്ടികൾക്ക് അനുയോജ്യമായിട്ട് പറഞ്ഞു തരാൻ അറിയണ്ടാവില്ല, അത് അവരെ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കില്ല. പക്ഷേ നല്ലൊരു ചികിത്സ പഠിക്കാൻ നമുക്ക് പറഞ്ഞു തരണമെന്നില്ല, നിരീക്ഷിച്ചാൽ മതി. ക്ലിനിക്കൽ മെഡിസിൻ കനോട്ട് ബി ടോട്ട്, ഇറ്റ് ക്യാൻ ബി ലേൺഡ് എന്നാണ് പറയുക. നല്ല ചികിത്സകനാവണമെങ്കിൽ നമ്മളൊരു ചികിത്സകനെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ അത്തരം മാതൃക ആയ ഒരു മഹത് വ്യക്തിയാണ് ഗംഗാധരൻ വൈദ്യർ. 60 വർഷം കൊണ്ട് അദ്ദേഹം ലക്ഷക്കണക്കിന് കുട്ടികളുടെ ജീവിതം, എനിക്കറിയാവുന്ന ചില കുടുംബങ്ങളൊക്കെ ഉണ്ട്, അവർ പറയുന്നു ഗംഗാധരൻ വൈദ്യർ ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല, ഞങ്ങളുടെ തലമുറ ഉണ്ടാവുമായിരുന്നില്ല എന്ന് വരെ പറഞ്ഞിട്ടുള്ള എത്രയോ കുടുംബങ്ങളെ നമുക്ക് നേരിട്ടറിയാം. അപ്പോൾ അത് വലിയൊരു, സത്യം പറഞ്ഞാൽ വളരെ വലിയൊരു നഷ്ടം കൂടിയാണ് പുതിയ തലമുറയ്ക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു വ്യക്തി നശിക്കുമ്പോൾ അത്രയും കാലത്തെ സ്വാംശീകരിച്ച ഡിസ്റ്റിൽഡ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയില്ല നമ്മൾ, അതിന്ന് സ്വാംശീകരിച്ച ആ ജ്ഞാനം കൂടിയാണ് നഷ്ടപ്പെടുന്നത്. അത് പുസ്തകങ്ങളിലായിട്ടൊക്കെ പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ലഭ്യമാണ്. ഇപ്പോൾ അതിനുള്ള എഫേർട്ടുകൾ കൃഷ്ണകുമാർജി സെൻറ്ററൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത്തരം വ്യക്തികളുടെ ജ്ഞാനമാവട്ടെ പുതിയ തലമുറയ്ക്ക് ഒരു മാർഗ്ഗരേഖ എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ആയുർവേദ ബാലചികിത്സയിലെ കുലപതി ശ്രീ ഗംഗാധരൻ വൈദ്യർ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൻ്റെ കടന്നുപോക്കായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ആയുർവേദ ബാലചികിത്സ സ്വീകരിച്ചിരുന്ന ആളുകളുടെ ഇടയിൽ അവരുടെ ആവശ്യങ്ങളെ മുൻനിർത്തി ആയുർവേദത്തിൻ്റെ ബാലചികിത്സയിലെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള തത്വങ്ങളെ മരുന്നുകളാക്കിയും സ്നേഹസ്വാന്തനമാക്കിയും കുഞ്ഞുങ്ങളിലേക്ക് എത്തിച്ചിരുന്ന
കുഞ്ഞുങ്ങളുടെ പ്രിയങ്കരനായ ഭിഷഗ്വരനായിരുന്നു ശ്രീ ഗംഗാധരൻ വൈദ്യർ. ഒരുപക്ഷെ ശ്രീ ഗംഗാധരൻ വൈദ്യർ ഇന്ന് മൺമറഞ്ഞു പോയേക്കാവുന്ന ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ നേർദൃഷ്ടാന്തവുമാണ്. ആരോഗ്യകൽപദ്രുമം എന്ന് പറയുന്ന വിശ്രുതമായ ആയുർവേദ ബാലചികിത്സാ ഗ്രന്ഥത്തെ ഇന്ന് കാണാവുന്ന രീതിയിൽ വലിപ്പമുള്ളതാക്കി, ഇന്ന് കാണാവുന്ന രീതിയിൽ വിസ്തൃതമാക്കി, അതിൻ്റെ ക്ലിനിക്കൽ സാധ്യതകളെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഓരോ ക്ലിനിക്കൽ സാധ്യതയും കുട്ടികളുടെ ചികിത്സയ്ക്കായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ രോഗമുക്തിയിലേക്ക് നയിച്ച ഒരു ഭിഷഗ്വരനായിരുന്നു ശ്രീ ഗംഗാധരൻ വൈദ്യർ. ഒരുപക്ഷെ ഗംഗാധരൻ വൈദ്യരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീ ചാത്ര നായരെക്കുറിച്ച്, ശ്രീ ചാത്ര നായർ എന്ന് പറയുന്ന വൈദ്യശ്രേഷ്ഠനെക്കുറിച്ച്, മഹാവൈദ്യനെക്കുറിച്ച് പറയാതിരിക്കുക വയ്യ. കേരളത്തിൽ തൃത്താല, കൂറ്റനാട്, പട്ടാമ്പി ഭാഗങ്ങളിൽ അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ പല ഭാഗങ്ങളിലും പ്രാക്ടീസ് ചെയ്യുകയും അനേകം ശിഷ്യന്മാരെ ബാലചികിത്സയുടെ ബാലപാഠങ്ങൾ അഭ്യസിപ്പിക്കുകയും ദൈവം പാതി ചാത്ര നായർ പാതി എന്ന പഴഞ്ചൊല്ല് ഒരു നാട്ടിൽ സൃഷ്ടിച്ചുകൊണ്ട് ഒരു തലമുറയ്ക്ക് ജീവൻ നൽകിയ വ്യക്തിയാണ് ശ്രീ ചാത്ര നായർ സർ. ചാത്ര നായർ എന്ന് പറയുന്ന ഈ അത്ഭുത വൈദ്യശ്രേഷ്ഠൻ്റെ തികഞ്ഞ പിൻഗാമിയായി വരികയായിരുന്നു ശ്രീ ഗംഗാധരൻ നായർ. അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് നമ്മളോട് ചോദിക്കുകയാണ്, ഒരു ചികിത്സകൻ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു സീനിയർ ക്ലിനീഷ്യൻ്റെ പാത പിന്തുടർന്നുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട്, എല്ലായ്പ്പോഴും ബെഡ് സൈഡിൽ നിന്നും മാത്രം പഠിക്കാൻ സാധിക്കുന്ന അത്ഭുതകരമായ ആ വൈദ്യമാന്ത്രികതയെ അദ്ദേഹം ശ്രീ ചാത്ര നായരിൽ നിന്നും വളരെ സമർത്ഥമായി അഭ്യസിക്കുകയും അതിനുശേഷം അത് CNS ചികിത്സാലയം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലിരുന്നു കൊണ്ട്, തൃത്താല എന്ന് പറയുന്ന ഗ്രാമത്തിലിരുന്നു കൊണ്ട് ലോകത്തെ മുഴുവൻ അങ്ങോട്ട് ആവാഹിക്കുകയുമാണ് ചെയ്തത്. ഒരുപക്ഷെ തൃത്താല എന്ന് പറയുന്ന ഗ്രാമത്തെ ആയുർവേദത്തിൻ്റെ ബാലചികിത്സയുടെ ഈറ്റില്ലമായി വളർത്തിയെടുക്കുവാൻ ഗംഗാധരൻ വൈദ്യർക്ക് കഴിഞ്ഞു. ഒരുപക്ഷെ അതുതന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കഴിവ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ സമർപ്പണം എന്ന് നമുക്ക് വിശ്വസിക്കാവുന്നത്. ഈ മഹിത പാരമ്പര്യത്തെ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കുന്ന രോഗാതുരത, നിരന്തരം ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കേണ്ടി വരുന്ന അവസ്ഥ, ആരോഗ്യമില്ലാതിരിക്കുന്ന അവസ്ഥ, മൊബൈൽ ഫോണിൽ അഡിക്റ്റഡ് ആയിരിക്കുന്ന അവസ്ഥ, ഇമോഷണൽ ഡിസ്റ്റർബൻസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കൂടാതെ പുതിയ കാലം നേരിടുന്ന ഗട്ട് ഡിസ്ബയോസിസ് മുതലായിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വലിയ സൊല്യൂഷൻസ്, വളരെ ചീപ്പ് ആൻഡ് അഫോർഡബിൾ, എഫക്റ്റീവ്, സേഫായ സൊല്യൂഷൻസ് ഉള്ള ആയുർവേദ ബാലചികിത്സയെ അത്യുന്നതങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുകയും ഒരുപക്ഷെ അഷ്ടാംഗം മുതലായിട്ടുള്ള മറ്റ് ആയുർവേദ കോളേജിൽ നിന്നും കുട്ടികൾ തൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന സമയത്ത് അവരുടെ അക്കാഡമിക് വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ തൻ്റെ സ്വന്തമായ അറിവും കൂടി അവരിലേക്ക് സന്നിവേശിപ്പിക്കാൻ എന്നും ഒരുപക്ഷെ മരിക്കുന്നതിന് 2 മാസം മുമ്പെങ്കിലും തനിക്ക് ആവതുള്ളിടത്തോളം കാലം അതിനായിട്ട് അധ്വാനിച്ച വൈദ്യപ്രതിഭയായിരുന്നു ശ്രീ ഗംഗാധരൻ വൈദ്യർ. ഈ കുട്ടികളിലൂടെ ആയിരിക്കും യഥാർത്ഥത്തിൽ BAMS പഠിച്ച് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രാക്ടീസ് നേടിയ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിലൂടെയും ഏറ്റവും കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ അഷ്ടാംഗം ആയുർവേദ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ അവിടെ പോസ്റ്റിങ്ങിന് പോയിരുന്നു. അവിടെ നിന്ന് ഇൻസ്പയർഡ് ആയിരുന്നു. ആ വിദ്യാർത്ഥികളിലൂടെ ആയിരിക്കും തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം. തീർച്ചയായും ആയുർവേദത്തിൻ്റെ ബാലചികിത്സാ വിഭാഗം അദ്ദേഹത്തോട് എന്നും കടപ്പെട്ടവരായിരിക്കും. അദ്ദേഹത്തിൻ്റെ ചികിത്സാ മാർഗങ്ങളെ, ആ മരുന്നുകളെ, ആ തത്വങ്ങളെ, ആ സംപ്രാപ്തി നിർണയത്തെ ഒക്കെ തന്നെയും സ്വാംശീകരിക്കുവാനുള്ള ശേഷി നമ്മൾക്കുണ്ടാവട്ടെ. അദ്ദേഹത്തിന് അനുഗ്രഹം എന്നും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. നമസ്കാരം. ഞാൻ അഷ്ടാംഗത്തിൽ 2015 ഒരു അധ്യാപികയായിട്ട് പഞ്ചകർമ്മ വിഭാഗം മേധാവിയായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ സാറ് ആ സമയത്ത് ഇവിടെ വൺസ് ഇൻ 2 വീക്സ് OP വരുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അന്നുണ്ടായിരുന്ന ഞങ്ങൾ ഫാക്കൽറ്റീസ് എല്ലാവരും സാറിൻ്റെ ഒപ്പം ഇരിക്കുമായിരുന്നു. സാറ് എങ്ങനെയാണ് ഒരു ക്ലിനിക്കലി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിനും അപ്പുറത്തേക്ക് ആയുർവേദം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം പഠിച്ചിട്ടുള്ളത് എന്നുള്ളതും, ഏത് സമയവും ചാത്തർ നായർ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് കിട്ടിയ അടിയെക്കുറിച്ച് പറഞ്ഞ് കണ്ണിന്ന് വെള്ളം വരുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്.
ഇതിനെക്കാട്ടിലൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസിൽ നമുക്ക് എപ്പോഴും ഒരു ഭയങ്കര സ്നേഹം, നൈർമല്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്ന ഒരു പോസ്റ്റ് എൻസെഫലൈറ്റിസ് പാരാപ്ലീജിയ കേസിലെല്ലാം സാറിൻ്റെ ഒപ്പീനിയൻ എടുക്കുകയുണ്ടായിട്ടുണ്ട്. സാറ് ചില ആരോഗ്യ രക്ഷാ കൽപ്പദ്രുമത്തിൽ പറഞ്ഞിട്ടുള്ള വീരാമൂലാദി എന്നൊക്കെ പറയുന്ന കഷായം ബ്ലെഫ്രോസ്പാസം ഒരു കേസിൽ സാറ് പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുത്തു നോക്കിയും നല്ലോണം റിസൾട്ട് ഉണ്ടാവുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും കഴിഞ്ഞൊരു 1-2 കൊല്ലത്തിൽ എപ്പോഴൊക്കെയാണോ സാറുമായിട്ടുള്ള ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുള്ളത് അന്നൊക്കെ എപ്പോഴും സാറ് നമ്മുടെ അടുത്ത് പറയാറുള്ളത്, കുട്ടികൾക്ക് എന്താ വിശേഷം, അഷ്ടാംഗത്തിലെ പഠിക്കുന്നുണ്ടോ, ആയുർവേദം നന്നായി പഠിക്കുന്നുണ്ടോ, പരീക്ഷയൊക്കെ അവർ പാസ്സാവുന്നില്ലേ, നന്നായി പഠിക്കാൻ പറയണം എന്നൊക്കെ എപ്പോഴും പറയുകയും ആ ഒരു തലത്തിൽ എപ്പോഴും ഇമോഷണൽ ആവുന്ന ഒരു വ്യക്തിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു പക്ഷേ ഞങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും സാറിനോട് തിരിച്ച് ചെയ്യാനുള്ളത് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള വൈദ്യത്തെ ജീവിതത്തിൽ കൊണ്ടുവരികയും ആരോഗ്യരക്ഷാ കൽപ്പദ്രുമം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ക്ലിനിക്കൽ സാധ്യതകളെ കൂടുതലായിട്ട് നമ്മുടേതായിട്ടുള്ള പ്രാക്ടീസിൽ കൊണ്ടുവരികയും എന്നും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വളരെ നമ്മുടെയൊക്കെ ഒരു മുത്തച്ഛനെ പോലെ നമ്മളെപ്പോഴും സ്നേഹവും അതുപോലെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്ന എല്ലാ വൈദ്യ വിദ്യാർത്ഥികൾക്കും വൈദ്യന്മാർക്കും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ, അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ മനസ്സിൻ്റെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾ ഓരോരുത്തർക്കും എപ്പോഴും ഉണ്ടാവട്ടെ എന്നുള്ളതും ഏത് സമയവും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു വീക്ഷണം ക്ലിനിക്കലി നമ്മളെല്ലാവരെയും ഗൈഡ് ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.